ഹലോ മക്കളെ, അപ്പൊ നമ്മള് ചലനത്തിനു പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മള് വിവിധ തരം ചലനങ്ങളെ പറ്റി പഠിച്ചു. മനുഷ്യ ശരീരത്തിലെ ചലനങ്ങളെ പറ്റി പഠിച്ചു. മനുഷ്യ ശരീരത്തിലെ ചലനങ്ങൾ എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് പറ്റിയിട്ടാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേശിയുടെ പ്രാധാന്യം നമ്മള് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് പേശി ക്രമം വരെ പറഞ്ഞാണ് നമ്മള് ആ ഒരു സെഷൻ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറും പേശികൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറെ പേശികൾ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് ചലനം ശരിയായ രീതിയിൽ പോസിബിൾ ആണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പേശികളെ കൊണ്ട് മാത്രമല്ല, അതിന് എല്ലുകൾ അല്ലെ, അസ്ഥിയും കൂടെ ആ ഒരു ചലനത്തെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് നമ്മള് പറഞ്ഞു. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മനുഷ്യ അസ്ഥികൂടം അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെലിറ്റനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. മനുഷ്യ അസ്ഥികൂടം. ഓക്കെ, മനുഷ്യ അസ്ഥികൂടം അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെലിറ്റൻ രണ്ട് തരത്തിലുണ്ട്. അക്ഷാസ്ഥികൂടവും ഉണ്ട്, അനുബന്ധ അസ്ഥികൂടവും. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. എന്താ അക്ഷാസ്ഥികൂടം, എന്താ അനുബന്ധാസ്ഥികൂടം നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിൽ അതിനെ ആക്സിയൽ സ്കെലട്ടൺ എന്നും അനുബന്ധാസ്ഥികൂടത്തിനെ അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ എന്നും പറയും. ആക്സിയൽ സ്കെലട്ടൺ, അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ, അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. എന്താ അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യെസ്, ഒരു ആക്സിസ്, നമ്മുടെ സെൻട്രൽ ആക്സിസിലുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മള് അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. ഇതിനകത്ത് അതാണ് സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ കേന്ദ്ര അക്ഷം, നമ്മുടെ സെൻട്രൽ ആക്സിസ്. ഇതാണ് നമ്മുടെ സെൻട്രൽ ആക്സിസ്. ആ സെൻട്രൽ ആക്സിസിലുള്ള അസ്ഥികൾ ചേരുന്നതാണ് അക്ഷാസ്ഥികൂടം. ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നത് എന്താണോ അതാണ് അക്ഷാസ്ഥികൂടം അല്ലെങ്കിൽ ആക്സിയൽ സ്കെലട്ടൺ എന്ന് പറയുന്നത്. എന്താണ്? ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെയാണ് നമ്മൾ ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സംഭവമുണ്ട്, അനുബന്ധ അസ്ഥികൂടം. അനുബന്ധ അസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ എന്ന് പറയുന്നത് കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ കേന്ദ്ര അസ്ഥി അല്ലെങ്കിൽ കേന്ദ്ര അക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഈ ഒരു മിഡ് പോർഷൻ ആണ്. ഈ മിഡ് പോർഷനുള്ള അസ്ഥികളെ നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് അക്ഷാസ്ഥികൂടം എന്ന് പറയും. ശരിയല്ലേ? അപ്പം ഈ ഒരു മിഡ് പോർഷനുള്ള അസ്ഥിയായിട്ട് ഇവിടെയൊക്കെ എല്ലുകള് കണക്ട് ചെയ്ത് നിൽക്കുന്നില്ലേ? അങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ള ആ അസ്ഥികളെയാണ് നമ്മൾ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുബന്ധ അസ്ഥി. അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതാണ് അനുബന്ധ അസ്ഥികൂടം. അപ്പൊ അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കേന്ദ്ര അക്ഷത്തിലുള്ളതാണ് അക്ഷാസ്ഥികൂടം. അനുബന്ധ അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര അസ്ഥികൂടത്തിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള ബാക്കി എല്ലുകളെ ചേർത്തിട്ടാണ് നമ്മള് അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ മനുഷ്യ അസ്ഥികൂടം ഹ്യൂമൻ സ്കെലിട്ടൺ രണ്ട് തരത്തിൽ പഠിച്ചു, അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, ഈ നീല കളറിൽ കാണുന്ന ഈ സെൻട്രൽ ആക്സിസ് അല്ലെ, അല്ലെങ്കിൽ കേന്ദ്ര അക്ഷത്തിലുള്ള എല്ലുകൾ, ഈ എല്ലുകളെയാണ് നമ്മൾ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അനുബന്ധമായിട്ട് കിടക്കുന്ന പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന അസ്ഥികള് ഇതെല്ലാം അല്ലെ. ഇവിടെ എല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേന്ദ്ര അസ്ഥികൂടത്തിൽ പോയേനെ. പക്ഷെ നമ്മുടെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ എല്ലുകൾ ഒന്നുമില്ല അല്ലെ, സൈഡിലേക്കായിട്ടാ എല്ലുകൾ ഇരിക്കുന്നത്. അപ്പൊ അത് അത്രയും പോർഷൻസ് അനുബന്ധ അസ്ഥികൂടത്തിലേക്കും പോയി. ഓക്കെ, അപ്പൊ ഇതാണ് അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. ഇനി നമുക്ക് ഇതില് ഓരോന്നിലും എത്ര എല്ലുകൾ വീതം വരുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അക്ഷാസ്ഥികൂടത്തിൽ എത്ര എല്ലുകള്, അനുബന്ധ അസ്ഥികൂടത്തില് എത്ര എല്ലുകൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അക്ഷാസ്ഥികൂടത്തില് ഉള്ള എല്ലുകളുടെ എണ്ണം, അതില് 29 എല്ലുകൾ തലയോടിലുണ്ട്.
നമ്മുടെ തലയോട്ടില് 29 എല്ലുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനകത്താണ് ഈ ചെവിനകത്തുള്ള എല്ലുകള് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞിട്ട് 3 എല്ലുകൾ. ഏറ്റവും ചെറിയ എല്ലാണ് നമ്മുടെ ശരീരത്തിലുള്ളത് സ്റ്റേപ്പീസ് എന്ന് പറയുന്ന എല്ല്. ഇതൊക്കെ വരുന്നത് തലയോടില്. പിന്നെ ഹയോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലുണ്ട്. അങ്ങനെ ഫേഷ്യൽ ബോൺസ്, അത് അങ്ങനെ എല്ലാം ചേർന്നതാണ് ഫ്രോണ്ടൽ, പാരൈറ്റൽ, മാക്സിലറി, ഓക്സിപിറ്റൽ ബോൺസ്, സ്പിനോയിഡ്, എത്മോയിഡ്, ഇങ്ങനത്തെ ബോണുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് 29 എല്ലുകള് തലയോട്ടില് വരുന്നത്. പിന്നെ നമുക്ക് മാറൽ അല്ലെങ്കിൽ സ്റ്റാണം എന്ന് പറയുന്ന ഒരു എല്ലുണ്ട്. ഇവിടെ തൊട്ട് നോക്കിയാൽ നിങ്ങള് ഇവിടെ ഒരു എല്ലില്ലേ, നടു ഭാഗത്തായിട്ട് ഒരു എല്ലുണ്ട്. അപ്പം ആ എല്ലിനെയാണ് നമ്മൾ മാറലുള്ള ആ മാറല് എന്നാണ് പറയുന്നത്. ഓക്കെ, മാറല് അല്ലെങ്കിൽ സ്റ്റാണം എന്ന് പറയും. സ്റ്റാണം. ഇനി 24 വാരിയെല്ലുകളുണ്ട്. വാരിയെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബ്സ്. നിങ്ങൾക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ സൈഡിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എണ്ണാൻ പറ്റും. ഒരു സൈഡിൽ 12 ഉണ്ടാവും, മറ്റേ സൈഡിൽ 12 ഉണ്ടാവും. അങ്ങനെ 12 മൊത്തം 24 എല്ലുകൾ ഇവിടെ തൊട്ടേ വരുന്നുണ്ട് അല്ലെ. എവിടെയൊക്കെ താഴേക്ക് നിങ്ങൾക്ക് എല്ലുകളെ തൊട്ട് നോക്കാൻ വേണ്ടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ 24 വാരിയെല്ലുകൾ അഥവാ റിബ്സ് എന്ന് പറയും. റിബ്സ് 24. പിന്നെ നമുക്ക് നട്ടലുണ്ട് അല്ലെ. നട്ടല് വരുന്നത് അക്ഷാസ്തികൂടത്തിലാണ്. നട്ടല് വരുന്നത് 26 നട്ടലുകളുണ്ട്. ഓക്കെ, 26 നട്ടലുകളുണ്ട്. അപ്പൊ ഈ എല്ലുകളെല്ലാം കൂടെ ചേർത്തതാണ് അക്ഷാസ്തികൂടം. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ, അക്ഷാസ്തികൂടത്തിൽ ഇപ്പൊ എത്ര എല്ലുകളായി മൊത്തത്തില്? 29ഉം 1ഉം 30, 30ഉം 20ഉം 50, 50ഉം 20ഉം 70, 6 4 10, മൊത്തം 80 എല്ലുകളായി അല്ലെ. അപ്പം 80 എല്ലുകളാണ് അക്ഷാസ്തികൂടത്തിലുള്ളത്. ക്ലിയർ? 80 എല്ലുകൾ ചേർന്നതാണ് അക്ഷാസ്തികൂടം എന്ന് പറയുന്നത്. തലയോട്ടില് 29, ഒരു മാറല്, 24 വാരിയല്, 26 നട്ടല്. ഇനി അനുബന്ധാസ്തികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ അല്ലെ, അത് അക്ഷാസ്തികൂടവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അനുബന്ധാസ്തികൂടം എന്ന് പറയുന്നത് അല്ലെ. അനുബന്ധമായിട്ട് കിടക്കുന്ന അസ്ഥികൂടം, അനുബന്ധാസ്തികൂടം. അതില് തോൾ വലയം അല്ലെ, നമ്മുടെ എന്താണ് ഷോൾഡറില്, അതുപോലെ തന്നെ ഷ്രോണി വലയം പെൽവിക് ഗേർഡിലും പെക്ടോറൽ ഗേർഡിലും പെൽവിക് ഗേർഡിലും ചേർത്തിട്ട് 6 എണ്ണം. നമ്മുടെ ഒരു കൈയില് 30, അത് മറ്റേ കൈയില് 30. അപ്പൊ മൊത്തം എത്രയായി? 30 × 2 = 60 അല്ലെ. 30 × 2 60. ഇനി കാലുകളിലും അങ്ങനെ തന്നെ 30, 2 എണ്ണം. 2 കാലുകൾ ഉണ്ടെങ്കിൽ 30 × 2 60 എല്ലുകൾ. കാലുകളില് പറയും ഇതിനെ ഹ്യൂമറസ് എന്നാ പറയുന്നത്. ഈ എല്ലിനെ ഹ്യൂമറസ് എന്ന് പറയും. ഈ 2 എല്ലിനെ റേഡിയസ് അൾന എന്ന് പറയും. പിന്നെ ഇവിടെ എന്തുണ്ട്? കാർപ്പൽ ബോൺസ് ഉണ്ട്, കാർപ്പൽ ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്, 5 എണ്ണം ഉണ്ട്. പിന്നെ 14 ഫലാഞ്ചസ് എന്ന് പറയുന്നത് കുഞ്ഞി ഓരോ വിരൽ ഇങ്ങനെ ഓരോരോ മടക്കുകളിൽ ഓരോ എല്ലുകളാണുള്ളത്. 14 എല്ലുകളുണ്ട്. ആ എല്ലിനെ ഫലാഞ്ചസ് എന്നാ പറയുന്നത്. ഫലാഞ്ചസ്. അങ്ങനെ ഓരോന്നിനും 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഫലാഞ്ചസ് വെച്ചിട്ട് ഓരോ കയ്യിലും ഉണ്ട്. ഓക്കെ, ഇനി കാലിലാണെങ്കിൽ അങ്ങനെ തന്നെ 30. ഏറ്റവും നമ്മുടെ ഈ കൈയിന്റെ ഇതേപോലെ തന്നെ കാലിൽ വരുന്ന ഒരു എല്ലുണ്ട്, അതിനെയാണ് നമ്മൾ ഫീമർ എന്ന് പറയുന്നത്. പിന്നെ കൈയിന്റെ ഇവിടെ 2 എല്ലില്ലേ, നീളത്തിൽ 2 എല്ലുകളുണ്ട്. അതുപോലെ തന്നെ കാലിലും ഉള്ള എല്ലുകളെയാണ് നമ്മൾ ടിബിയ ആൻഡ് ഫിബുല എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടാർസൽസ് ഉണ്ട്. ഇവിടെ ഉള്ളതുപോലെ തന്നെ ആംഗിൾ ജോയിന്റിൽ കുറെ എല്ലുകൾ ഉണ്ട്, അതിനാണ് ടാർസൽ എന്ന് പറയുന്നത്. 5 മെറ്റാടാർസൽസ് ഉണ്ട്. അതായത് ഇവിടെയുള്ള 5 എല്ലുകൾ പോലെ തന്നെ കാലിനും ഉണ്ട് 5 എല്ലുകൾ. കാൽപാദത്തിന്റെ മുകളിലേക്ക് മെറ്റാടാർസൽ എന്ന് പറയും. പിന്നെ 14 ഫലാഞ്ചസും ഉണ്ട്. ഓരോ കാലിലും ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ആണ് എല്ലുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അനുബന്ധാസ്തികൂടത്തിലെ മൊത്തം എല്ലുകളുടെ കൗണ്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാല് 4ഉം 2ഉം 6, 60ഉം 60ഉം 120, 120ഉം 6ഉം 126 എല്ലുകൾ. അപ്പം അനുബന്ധ അസ്ഥികൂടത്തില് 126 എല്ലുകളുണ്ട്. അക്ഷാസ്തികൂടത്തില് 80 എല്ലുകളുണ്ട്. മൊത്തം 206 അല്ലെ. 126 + 80 മൊത്തം നമുക്ക് എത്ര അസ്ഥികൾ കിട്ടി? 206 എല്ലുകള് കിട്ടി. അക്ഷാസ്തികൂടത്തിലുള്ളത് 80 എല്ലുകള്, അനുബന്ധാസ്തികൂടത്തിലുള്ളത് 126 എല്ലുകൾ. ടോട്ടല് 206 എല്ലുകളുണ്ട്. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ,
അപ്പം അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ കേന്ദ്രാക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് അക്ഷാസ്ഥികൂടം. അനുബന്ധാസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതാണ് അനുബന്ധാസ്ഥികൂടം. ഓക്കെ, ഇനി മനുഷ്യ അസ്ഥികൂടത്തിന്റെ 2 വിഭാഗങ്ങൾ ഏതാണ്? മനുഷ്യ അസ്ഥികൂടത്തിന്റെ 2 വിഭാഗങ്ങൾ ഏതാണ്? നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ അല്ലെ. അക്ഷാസ്ഥികൂടമുണ്ട്, അനുബന്ധാസ്ഥികൂടമുണ്ട് അല്ലെ. അനുബന്ധാസ്ഥികൂടം. അനുബന്ധാസ്ഥികൂടം അസ്ഥികളുടെ ആകെ എണ്ണം അല്ലെ നമ്മൾ കൂട്ടി 126 + 80 നമ്മൾ കൂട്ടിയപ്പോ നമുക്ക് 206 എല്ലുകൾ കിട്ടി. അക്ഷാസ്ഥികൂടത്തിലെയും അനുബന്ധാസ്ഥികൂടത്തിലെയും അസ്ഥികളുടെ എണ്ണം. അക്ഷാസ്ഥികൂടത്തിൽ എത്ര എല്ലുകൾ ഉണ്ടായിരുന്നു? 80 എല്ലുകൾ ഉണ്ടായിരുന്നു. അനുബന്ധാസ്ഥികൂടത്തിൽ എത്ര എല്ലുകൾ ഉണ്ടായിരുന്നു? 126 എല്ലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അക്ഷാസ്ഥികൂടത്തിലും അനുബന്ധാസ്ഥികൂടത്തിലുമായിട്ട് 206 എല്ലുകളാണ് മൊത്തത്തിൽ നമുക്ക് എണ്ണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം അസ്ഥികൂടത്തിനെ പറ്റി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യാസ്ഥികൂടത്തില് അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും മൊത്തം എല്ലുകള് 206. നമ്മൾ ആ പോർഷൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ടോപ്പിക് നോക്കുകയാണ്. ദാറ്റ് ഈസ് അസ്ഥിയുടെ ഘടന. സ്ട്രക്ചർ ഓഫ് ബോൺ. അസ്ഥിയുടെ ഘടന. ഒരു എല്ല് നോക്കിക്കഴിഞ്ഞാൽ, ഒരു അസ്ഥി എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഘടന എങ്ങനെയാണ് എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. അസ്ഥിയുടെ ഘടന. അപ്പം ഇതാണ് നമ്മൾ നോക്കുന്ന എല്ല്. ഇതാണ് നമ്മൾ ഈ ഒരു എല്ല് എടുത്തിട്ട് അല്ലെ, നമ്മൾ ചിക്കൻ കാലൊക്കെ പോലെ തോന്നും അല്ലെ. അപ്പൊ നമ്മള് ഈ ഒരു എല്ല് എടുത്തിട്ട് ഈ ഒരു എല്ല് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പുറത്തേ ഭാഗത്തൊരു സംഭവം കാണാൻ പറ്റുന്നില്ലേ? അതാണ് പെരിയോസ്റ്റിയം എന്ന് പറയും. എന്താണ്? പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം എന്ന് പറയും. പിന്നീട് നമുക്ക് ഇവിടെ രക്തക്കുഴലുകളും കാണാൻ പറ്റും. അപ്പം എല്ലിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? രക്തക്കുഴൽ. അപ്പൊ ഓരോ എല്ലിന് എന്തുണ്ട്? രക്തക്കുഴലുകളുണ്ട്. എന്തിനാ മക്കളെ രക്തക്കുഴലുകള്? എല്ലുകളൊക്കെ വളരണമെങ്കിൽ ഓക്സിജൻ കിട്ടണ്ടേ, പോഷക ഘടകങ്ങൾ കിട്ടണ്ടേ. ഇതിനൊക്കെ എന്ത് വേണം? എല്ലുകളിലേക്ക് രക്തത്തിന്റെ സപ്ലൈ വേണം. രക്തത്തിന്റെ സപ്ലൈ വേണമെങ്കിൽ എന്ത് വേണം? അവിടെ രക്തക്കുഴലുകള് ആവശ്യമാണ്. ഓക്കെ, സോ അസ്ഥികൾ മനുഷ്യ ശരീരത്തിന്റെ 18% വരും. ആൻഡ് ശരീരത്തിന്റെ ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഘടന അല്ലെ, ഒരു സ്ട്രക്ചർ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു താങ്ങ് അല്ലെ. നമ്മൾ അസ്ഥിയൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വെറും മാംസം മാത്രമായി പോകും അല്ലെ, നമ്മൾ വെറും മാംസക്കട്ടകളായി പോകും. പക്ഷെ നമുക്ക് എല്ലുള്ളത് കൊണ്ടാണ് നമുക്കൊരു ഘടന, ഒരു ഷേപ്പ്, ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടിയിട്ടില്ല, മനുഷ്യരൂപം നമുക്ക് കിട്ടുന്നത് ഈ എല്ലുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരിയോസ്റ്റിയം. നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കേ, ഈ ഒരു അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ഈ ആവരണത്തിന്റെ പേരെന്താ? പെരിയോസ്റ്റിയം എന്നാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുന്ന ഈ ഒരു ആവരണത്തിന് പറയുന്ന പേരാണ് പെരിയോസ്റ്റിയം. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു അസ്ഥിയിൽ രക്തക്കുഴല് അല്ലെ, ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങളും ഓക്സിജനും ഒക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അസ്ഥികളിലെ പോഷക ഘടകങ്ങളുണ്ട്, നാഡികളുണ്ട്, അതുപോലെ തന്നെ ലിംഫുകളും ഉണ്ട്, ലിംഫ് വാഹികളും ഉണ്ട്. ഇനി കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകും അല്ലെ. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ലേ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അസ്ഥി എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് നല്ലതാണ് കാൽഷ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ കാൽഷ്യവും ലവണങ്ങളും ഫോസ്ഫേറ്റും എല്ലാം അസ്ഥിക്ക് ബലം നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ്
ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. അപ്പൊ എന്താ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസ്ഥികളിൽ കുറെ കോശങ്ങളുണ്ട്. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ കോശങ്ങളുണ്ട്. അതിനകത്ത് ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് വളർച്ചാ കേടുപാടുകളെല്ലാം പരിഹരിക്കുക, അല്ലെങ്കിൽ ധാതുക്കൾ അല്ലെ മിനറൽസിനെ നിക്ഷേപിക്കണം അല്ലെ. കാൽഷ്യം മിനറൽ ആണ് അല്ലെ, ഫോസ്ഫറസ് ഒക്കെ എല്ലുകളിൽ പോയിട്ട് നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആരാ സഹായിക്കുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് ഇത് എല്ലുകൾക്ക് കുറച്ചും കൂടി ശക്തിയാക്കുക അല്ലെ. എല്ലിന് ബലം വേണം അല്ലെ. എല്ലിന് ബലം എന്താ സംഭവിക്കുക? ജസ്റ്റ് നമ്മൾ കൈ തട്ടുമ്പോഴത്തേക്ക് എല്ലാം ഒടിഞ്ഞു പോകും അല്ലെ. അങ്ങനെ ഒടിയാൻ പാടുണ്ടോ അല്ലെ. കുറച്ചെങ്കിലും ഒരു ബലം തന്നാലല്ലേ നമുക്കൊരു എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയാൽ ഒടിയുന്ന സാധനമാണെങ്കിൽ അതിനോട് കൊണ്ട് കാര്യമില്ലേ അല്ലെ. അപ്പം എല്ലുകൾക്ക് നല്ല ബലം വേണം, സ്ട്രോങ് ആയിട്ടിരിക്കണം. അതിന് നിങ്ങൾ ഇത്തരം മിനറൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചാപ്റ്ററിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് അസ്ഥികളുടെ വളർച്ചാ കേടുപാടുകള് പരിഹരിക്കുക, അതുപോലെ തന്നെ ധാതുക്കളെ നിക്ഷേപിക്കുക, എല്ലുകളെ ശക്തമാക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഓസ്റ്റിയോബ്ലാസ്റ്റ്. അപ്പൊ നമ്മള് എല്ലുകൾക്ക് സംരക്ഷണം നൽകുന്ന ആവരണത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അതിന്റെ പേര്? എന്തായിരുന്നു? പെരിയോസ്റ്റിയം ആയിരുന്നു അല്ലെ. പെരിയോസ്റ്റിയം ഓർമ്മയുണ്ടോ നോക്കിയതാ. ഓക്കെ, പെരിയോസ്റ്റിയം. അപ്പം എല്ലുകളെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ഭാഗം. തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയും. കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയും. എന്താ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം അസ്ഥിയുടെ ഘടനയൊക്കെ തന്നെയാണ് ഏറെക്കുറെ. പക്ഷേ അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ സ്മൂത്ത് ആയിട്ടുള്ള അസ്ഥിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ വഴക്കമുള്ളതുമായിട്ടുള്ള യോജക കലകളാണ് തരുണാസ്ഥി. എന്താണ്? വഴക്കുണ്ടാവും, ഭയങ്കര ഫ്ലെക്സിബിളും ആയിരിക്കും. നിങ്ങൾ തരുണാസ്ഥി, നിങ്ങൾ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് എല്ലിന്റെ ലാസ്റ്റ് ഒരറ്റത്ത് കുറച്ച് വെള്ള പോർഷനൊക്കെ കാണുന്നില്ലേ? ഒരു എല്ലിന്റെ അറ്റത്തേക്കായിട്ട് ഒരു വെളുത്ത സാധനം കാണുന്നില്ലേ, ഒരു പോർഷൻ, അതാണ് തരുണാസ്ഥി. നമ്മുടെ മൂക്കിലൊക്കെ തരുണാസ്ഥി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാ. കണ്ടോ, അനക്കാൻ പറ്റുന്നില്ലേ? മൂക്ക് ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട്. ചെവിയിലൊക്കെ നമുക്ക് അനക്കാൻ പറ്റുന്നത് തരുണാസ്ഥി ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് അസ്ഥി ഉണ്ട് മൂക്കിൽ, ഇവിടെ അസ്ഥി ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് അസ്ഥി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇങ്ങനെ ആട്ടാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ തരുണാസ്ഥി ഉള്ളത് അങ്ങനെയാണ്. പിന്നെ വെർട്ടിബ്രേന്റെ ഇടയിൽ എല്ലുകളുടെ അറ്റത്തൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതാണ് അസ്ഥി പോലെ തന്നെ ഒരു വെളുത്ത കളറിൽ നമ്മൾ കാണുന്നില്ലേ, ഓൾമോസ്റ്റ് അതാണ് എന്താ തരുണാസ്ഥി എന്ന് പറയുന്നത്. അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് തരുണാസ്ഥി. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുകൾക്കിടയിലും ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഇവ കാണപ്പെടുന്നു. എവിടെയൊക്കെയാ അപ്പൊ തരുണാസ്ഥി കാണപ്പെടുന്നത്? സിമ്പിൾ ആണ്. എവിടെയൊക്കെയാണ്? നമ്മുടെ കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും ഒക്കെ കണങ്കാലിലൊക്കെ ആയിട്ട് നമുക്ക് തരുണാസ്ഥി കാണാൻ പറ്റും അല്ലെ. കാൽമുട്ടിലൊക്കെ തരുണാസ്ഥി ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ തരുണാസ്ഥി കാണാൻ പറ്റും. അതായത് ഈ കാലിന്റെ അവിടെയുള്ള എല്ലുകളെല്ലാം എല്ലുകളായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഈ ഫ്ലെക്സിബിൾ ആവുന്ന ഈ എല്ലിന്റെ അറ്റഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും? തരുണാസ്ഥികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ വാരിയെല്ലിന്റെ അറ്റത്ത് എന്ത് കാണാൻ പറ്റും? തരുണാസ്ഥി കാണാൻ പറ്റും. നട്ടെല്ലിൽ ഇങ്ങനെ കശേരുക്കളുണ്ട്. നട്ടെല്ലിനെ പറ്റി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ കശേരുകൾക്കിന്റെ ഇടയിലുള്ളത് തരുണാസ്ഥിയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ചെവിക്കുടയില് തരുണാസ്ഥി ഉണ്ട്, മൂക്കിന്റെ അഗ്രഭാഗത്ത് തരുണാസ്ഥി ഉണ്ട്, ശ്വാസനാളത്തിലും എന്താണുള്ളത്? തരുണാസ്ഥി ഉണ്ട്. അപ്പൊ ഇത്രയും സ്ഥലത്ത് നമുക്ക് നമ്മുടെ ശരീരത്തില് അസ്ഥി നമ്മുടെ ശരീരത്തിലുണ്ട്, അതിനൊപ്പം തന്നെ നമുക്ക് തരുണാസ്ഥിയുമുണ്ട് അല്ലെ. അസ്ഥിയെ പോലെയല്ല, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ, മൃദുവായിട്ടുള്ളതാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകളിൽ കാണുന്നുണ്ട്, വാരിയെല്ലുകളുടെ അഗ്രഭാഗത്ത് കാണുന്നുണ്ട്, നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്നുണ്ട്, ചെവിക്കുടയില്, മൂക്കിന്റെ അഗ്രഭാഗത്ത്, ശ്വാസനാളത്തില്. ഇവിടെ എല്ലാം കാണുന്നത്
എന്താണ് തരുണാസ്ഥി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ കാർട്ടിലേജസ് എന്ന് പറയും. കാർട്ടിലേജസ്. ഓക്കെ. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. അപ്പം ഒരു അസ്ഥിന്റെ അറ്റത്ത് കാണുന്ന, അല്ലെങ്കിൽ അസ്ഥികൾ എങ്ങനെയാ, ഒരു ജോയിന്റ് എങ്ങനെയാ, നമ്മുടെ ഈ ഒരു കയ്യിലെ ജോയിന്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ ഒരു അസ്ഥി ഉണ്ടാവും, ഇവിടെ ഒരു അസ്ഥി ഉണ്ട്, ഇവിടുന്ന് 2 അസ്ഥികളുണ്ട്. അപ്പൊ ഇത് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ടാവും അല്ലെ. ഇത് ഈ 2 എല്ലും തമ്മിൽ കണക്ട് ആവണം. ഓക്കെ, കണക്ട് ആവണം. അപ്പൊ ഇവിടെ ഭയങ്കര ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയും. നമ്മൾ കൈയൊക്കെ മടക്കുന്ന സമയത്ത് ഇവിടെ ഒരയാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രിക്ഷൻ കാരണം ഒരയാനുള്ള, മുട്ടുകൾ എല്ലുകൾ തമ്മിൽ കൂട്ടി ഒരയാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെ. ഈ ചാൻസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലുകളുടെ അഗ്രഭാഗത്തില് എന്ത് കാണുന്നത്, തരുണാസ്ഥി അല്ലെ. അപ്പൊ ഇവിടെ ഒരു അറ്റത്ത് എന്തുണ്ടാവും, കാർട്ടിലേജ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലിന്റെ അറ്റത്ത് എന്തായിരിക്കും, കാർട്ടിലേജ് ആയിരിക്കും ഉണ്ടാവുക, തരുണാസ്ഥികളായിരിക്കും ഉണ്ടാവുക. അതാ പറയുന്നേ, അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. രക്തക്കുഴലുകളുടെ അഭാവം, അപ്പം എല്ലുകളിൽ നമ്മള് പെരിയോസ്റ്റിയോം കണ്ടിട്ടുണ്ടായിരുന്നു, രക്തക്കുഴലുകൾ ഉണ്ടായിരുന്നു, നാഡികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിംഫ് വാഹിയും ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക് പഠിച്ചത്? പക്ഷെ തരുണാസ്ഥിയിൽ എന്തില്ല, രക്തക്കുഴലുകളില്ല. രക്തക്കുഴലുകൾ എന്തിനു വേണ്ടിയിട്ടാണ്, പോഷക ഘടകങ്ങള് സപ്ലൈ ചെയ്യാനും ഓക്സിജൻ സപ്ലൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് രക്തക്കുഴൽ വേണ്ടത്. പക്ഷെ ഈ തരുണാസ്ഥിയിൽ എന്തില്ല, രക്തക്കുഴലുകളില്ല. അപ്പം രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. അപ്പൊ എന്ത് ചെയ്യില്ല, തരുണാസ്ഥി സ്പീഡില് അതിന് പെട്ടെന്ന് അതിന്റെ വളർച്ചയൊന്നും നടക്കില്ല. മെല്ലെയാണ് തരുണാസ്ഥിയില് വളർച്ച ഉണ്ടാവുന്നത്. കാരണം രക്തക്കുഴല് ഇല്ല. കണ്ടോ നിങ്ങള്, ഇതെല്ലാണ് എല്ലിന്റെ അറ്റത്ത് ഭാഗത്ത്. കണ്ടോ നിങ്ങൾ, തരുണാസ്ഥി കാണുന്നില്ലേ? നിങ്ങൾ ചിക്കൻ പീസ് ഒക്കെ എടുത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഈ തരുണാസ്ഥി ഒക്കെ നിങ്ങൾ കറക്റ്റ് കാണുന്നതാ. എല്ല് തന്നെയാണ്, പക്ഷെ എല്ലിന്റെ അത്രയും കട്ടിയൊന്നും ഉണ്ടാവില്ല. ആ ഒരു പോർഷനാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ തരുണാസ്ഥി ഉള്ളത് കൊണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടി വരഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തരുണാസ്ഥി ഒരു സെറ്റപ്പ് അവിടെ വെച്ചേക്കുന്നത്. ഈ തരുണാസ്ഥിയില് രക്തക്കുഴലുകളില്ല. അത് കാരണം എന്താണ്, അതിന്റെ വളർച്ച വളരെ സാവധാനത്തിൽ ആണ്. ഓക്കെ. പേശികളെ അസ്ഥികളുമായോ തരുണാസ്ഥികളായോ ബന്ധിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന അല്ലെ, ടെൻഡോൺസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ, ടെൻഡോൺസും. എന്താണ് അസ്ഥിയും തരുണാസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം? അസ്ഥിയും തരുണാസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം അസ്ഥിയും തരുണാസ്ഥിയും തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? യെസ്, അസ്ഥി കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. രക്തക്കുഴലുകളുടെ സപ്ലൈ ഉണ്ട് അല്ലെ, രക്തക്കുഴലുകളുടെ സപ്ലൈ ഉണ്ട്. പക്ഷെ തരുണാസ്ഥി മൃദുവാണ്, എന്താണ്, ഫ്ലെക്സിബിളും ആണ് അല്ലെ, എന്താണ്, വഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ സപ്ലൈ കുറവായതിനാൽ എന്താണ്, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് സാവധാനത്തില് ആയിരിക്കും. നമ്മൾ വ്യത്യാസവും പറഞ്ഞു. തരുണാസ്ഥി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചു. എന്താ, മൂക്കിന്റെ അഗ്രഭാഗത്ത്, ചെവിക്കുടയില്, നട്ടെല്ലിന്റെ കശേരുകൾക്കിടയില്, പിന്നെന്താ പറയുന്നത്, റിബ്സിന്റെ അല്ലെ, റിബ്സിന്റെ അറ്റത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസനാളത്തിന്റെ അവിടെയൊക്കെ തരുണാസ്ഥി കാണാൻ വേണ്ടിയിട്ട് പറ്റും. മനുഷ്യനെ പോലെ എല്ലാ ജീവജാലങ്ങളിലും അസ്ഥി നിർമ്മിത ചട്ടക്കൂടുണ്ടോ? ടെസ്റ്റ്. മനുഷ്യന്മാർക്ക് എല്ലുണ്ട് അല്ലെ, എല്ലുണ്ട്. നമ്മൾ നല്ലൊരു അസ്ഥിക്കൂടൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇവിടെ ഒരു അസ്ഥിക്കൂടം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ട അക്ഷാസ്ഥിക്കൂടം, അനുബന്ധാസ്ഥിക്കൂടം പഠിച്ചതൊക്കെ കണ്ടോ. ഇതാണ് നമ്മുടെ ഉള്ളിലൊരു എല്ല. മനുഷ്യന്മാരുടെ ഉള്ളില് എല്ല്, എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറെ മസിൽസ്. ഇങ്ങനെയല്ലേ മനുഷ്യന്മാരുടെ, അവിടെയൊക്കെ മസില്, ഇവിടെയൊക്കെ മസില്, ഇവിടെയൊക്കെ മസില്, മുഖത്തൊക്കെ മസില്, തലയിലൊക്കെ മുടി. ഇങ്ങനെയല്ലേ മനുഷ്യന്മാരിരിക്കുന്നത്. ഇവിടെയൊക്കെ മസിലാണ്,
ഇതൊക്കെ കവർ ചെയ്ത് ഫുൾ മസിലാണ് അല്ലെ. ഇവിടെ വയറൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് മനുഷ്യന്മാരിരിക്കുന്നത്. റൈറ്റ്, ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എല്ലാ ജീവികൾക്കും അങ്ങനെയാണോ? ഉള്ളിലൊരു അസ്ഥികൂടം വെച്ചിട്ട് പുറത്ത് കുറെ മസിൽ വെച്ച് കവർ ചെയ്യാണോ? എല്ലാ ജീവികൾക്കും അങ്ങനെയാണോ? നിങ്ങൾ ഈ ഞണ്ടിനൊക്കെ എടുത്തു നോക്കൂ. ഞണ്ടിന്റെ ഉള്ളിൽ കുറെ അസ്ഥി വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ മസിൽ വെച്ചിട്ട് കവർ ചെയ്തേക്കാണോ ഞണ്ടിനെ? അല്ല അല്ലെ. എന്താണ് ഈ പുൽച്ചാടിക്ക് അങ്ങനെയാണോ? അല്ല. എന്താണ് ഇവർക്കൊക്കെ പുറത്ത് ഭയങ്കര കട്ടിയാ. പുറത്ത് ഭയങ്കര കട്ടിയുണ്ട്. ഉള്ളിൽ ചിലപ്പം കുറച്ച് നമ്മൾ തിന്നുന്ന ഞണ്ടിന്റെ മാംസം അല്ലെ, ഞണ്ടിന്റെ മാംസമൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലെ. ഇവിടെ നല്ല കട്ടിയുള്ള ഒരു പുറന്തോടാ ഇതിനുള്ളത്. ഇനി മണ്ണിരേനെ നോക്ക്, അതിനുള്ളിൽ കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസാ ഉള്ളത്. അപ്പം മനുഷ്യന്മാരെ പോലെ എല്ലാവർക്കും ഉള്ളിലൊരു എല്ല് പുറത്ത് മസില്, അങ്ങനെ ഒരു സിസ്റ്റം അല്ല. ഉള്ളിൽ എല്ല് പുറത്ത് പേശി എന്നൊരു സിസ്റ്റം അല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എല്ലാ ജീവികളിലും മനുഷ്യനെ പോലെ അസ്ഥി നിർമ്മിത ചട്ടക്കൂട്, ആന്തരാസ്ഥികൂടം ഇല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പം എല്ലാവർക്കും എന്തില്ല? ഉള്ളില്. ആന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉള്ളിൽ അല്ലെ, ശരീരത്തിന്റെ ഉള്ളിൽ എന്നുള്ള അല്ലെ, ശരീരത്തിന്റെ ഉള്ളിൽ ഒരു അസ്ഥികൂടമായിട്ടല്ല ഉള്ളത്. എല്ലാ ജീവികൾക്കും അങ്ങനെയല്ല. ഈ ജീവികളിൽ ഓരോന്നിലും ചട്ടക്കൂട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. ഓരോ ജീവിക്കും വേറെ 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 ടൈപ്പ് ചട്ടക്കൂടുകളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ചട്ടക്കൂടിലെ വൈവിധ്യം. ഓക്കെ, പല ജീവികൾക്കും പലതരത്തിലുള്ള ചട്ടക്കൂടാണുള്ളത്. ആ ചട്ടക്കൂടിലെ വൈവിധ്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വണ്ണാണ്. നിങ്ങൾ ഈ പേര് എന്റെ കൂടെ തന്നെ പഠിക്കണം. എന്താണ് പേര് എഴുതിയിരിക്കുന്നത് നോക്കി നിങ്ങൾ? ഹൈഡ്രോസ്കെലിറ്റൺ. എന്താണ് ഹൈഡ്രോസ്കെലിറ്റൺ? എന്താ ഹൈഡ്രോസ്കെലിറ്റൺ? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേർഡിന്റെ മീനിങ്? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ അല്ലെങ്കിൽ ജലം എന്നാണ് അല്ലെ, വെള്ളം എന്നാണ് ഹൈഡ്രോ അല്ലെ. ഹൈഡ്രോ നിങ്ങൾ പല വേർഡുകളും കേട്ടിട്ടില്ലേ ഹൈഡ്രോ വെച്ചിട്ട്. അപ്പം ഹൈഡ്രോസ്കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കൊണ്ടുള്ള സ്കെലിറ്റൺ അല്ലെ, ആ ഒരു മീനിങ് ആ വരുന്നത്. വെള്ളം കൊണ്ട് സ്കെലിറ്റണോ? നമ്മളെ എല്ലുകളെ വെച്ചിട്ടല്ലേ സ്കെലിറ്റൺ പറയുന്നത്. ഇവിടെ ചില ജീവികൾക്ക് ഹൈഡ്രോസ്കെലിറ്റൺ ഉണ്ട്. എന്താന്ന് നോക്കാം നമുക്ക്. മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. നോക്കിയേ, നമ്മള് ഓർത്ത് പോവാം. മണ്ണിര എടുത്തു കഴിഞ്ഞാല് അതിന്റെ ശരീരത്തിനുള്ളില് ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്ന കുറെ അറകളാണുള്ളത്. ശരീരാകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് ഇവിടത്തെ ഉപാധി. അപ്പൊ ഇതൊരു മണ്ണിരയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിരയ്ക്ക് മണ്ണിരേന്റെ ഷേപ്പ് കിട്ടണ്ടേ? എന്താ മണ്ണിരേന്റെ ഷേപ്പ് കൊടുക്കുന്നത്? ഈ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം നിറഞ്ഞിരിക്കുന്ന അറയുണ്ട്. ആ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറയാണ് ഇതിനൊരു ശരീരാകൃതി. മണ്ണിരയ്ക്ക് മണ്ണിരേന്റെ ആകൃതി വേണ്ടേ? ആകൃതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിരയ്ക്ക് സഞ്ചരിക്കാനും വേണ്ടിയിട്ട് ഉള്ളത് എന്താണ് ഇവിടുത്തെ ഉപാധി എന്ന് പറയുന്നത്? മണ്ണിരയുടെ ശരീരത്തിലുള്ള ജലം അല്ലെ, ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളാണ് മണ്ണിരയെ ഈ സഞ്ചാരത്തിനും മണ്ണിരയ്ക്ക് ആകൃതിയൊക്കെ കൊടുക്കുന്നത്. ആൻഡ് ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെലിറ്റൺ എന്നറിയപ്പെടുന്നു. അപ്പം ഈ ഒരു സംവിധാനത്തിന് എന്താ പറയുന്നത്? നമ്മുടേത് ആന്തരിക അസ്ഥികൂടം അല്ലെ, നമ്മുടെ എൻഡോസ്കെലിറ്റൺ ആണ്. പക്ഷെ മണ്ണിരയ്ക്ക് എന്താണുള്ളത്? ഹൈഡ്രോസ്കെലിറ്റൺ ആണ്. ഹൈഡ്രോസ്കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളില് വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു സ്കെലിറ്റനെയാണ് നമ്മൾ ഹൈഡ്രോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒച്ചിനെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ ഹൈഡ്ര, ഒച്ച് ഈ ജീവികളിലും കാണപ്പെടുന്ന സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോസ്കെലിറ്റൺ ആണ്. ഈ ഹൈഡ്രോസ്കെലിറ്റൺ ആണ് ഹൈഡ്രയെയും ഒച്ചിനെയും ഒക്കെ ചലനത്തിന് സഹായിക്കുന്നത്. ക്ലിയർ ആണോ? ഹൈഡ്രോസ്കെലിറ്റൺ എന്താ? ഹൈഡ്രോസ്കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിരയ്ക്ക് ചലനത്തിന് സഹായിക്കുന്നുണ്ട്, ആകൃതി കൊടുക്കുന്നുണ്ട്. എന്താണ്? മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ഒരു ദ്രവം നിറഞ്ഞ അറകളുണ്ട്. അതിനെയാണ് ഹൈഡ്രോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, മണ്ണിരയ്ക്ക് മാത്രമാണോ ഇങ്ങനെയുള്ളത്? അല്ല, ആർക്കാ ഉള്ളത്? ഹൈഡ്രയ്ക്ക് ഉണ്ട്, ഒച്ചിനൊക്കെ ഉള്ളത് ഈ പറയുന്ന രീതിയിലുള്ള സ്കെലിറ്റൺ ആണ്. ആ സ്കെലിറ്റനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഹൈഡ്രോസ്കെലിട്ടൺ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് എക്സോസ്കെലിട്ടൺ അല്ലെങ്കിൽ ബാഹ്യ അസ്ഥികൂടം. അതെന്താ ബാഹ്യ അസ്ഥികൂടം? ആന്തരികം അകത്തുനിന്നല്ലേ, അപ്പൊ ബാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുറത്തുള്ള അസ്ഥികൂടത്തിനെയാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത് അല്ലെ. ബാഹ്യമായ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന വേർഡുകളാണ് അല്ലെ, വാക്കുകളൊക്കെ അറിയുന്നതല്ലേ. അപ്പം ബാഹ്യ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ അസ്ഥികൂടം പുറത്ത്. അതെന്താ അങ്ങനെ? ഇതാ ഈ ഞണ്ട്, കക്ക, ചിപ്പി അല്ലെ, പുറത്ത് നോക്കുമ്പോ ഭയങ്കര കട്ടിയാ അതിന് അല്ലെ, അതിന്റെ സ്കെലറ്റൺ പുറത്തായിരിക്കുന്നത്. നമ്മള് ഈ കക്ക കടുക്ക ഒക്കെ കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽഷ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറംതോട് അല്ലെ. ഇതിനെന്താണ് കാഠിന്യം കൊടുക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് അല്ലെ. ഈ ഞണ്ടിന്റെ ഒക്കെ പുറംതോടിൽ ഏറ്റവും കൂടുതലുള്ളത് കാൽഷ്യം കാർബണേറ്റ്, അതാണ് ആ കട്ടി കൊടുക്കുന്നത്. ഇനി ഈ പറയുന്ന കോക്രോച്ച് ഒക്കെ ഇല്ലേ, നമ്മുടെ എന്താ പറയുന്നത്, പുൽച്ചാടി, പാറ്റ. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റ, ഗ്രാസ് ഹോപ്പർ, ഇതിനൊക്കെ എന്താണ്, പുൽച്ചാടിക്കൊക്കെ എന്താണുള്ളത്? കാൽഷ്യം കാർബണേറ്റിന്റെ അത്രയും വലിയ കട്ടിയല്ല, എന്നാലും കട്ടിയാണ് അല്ലെ. പാറ്റേന്റെ പുറന്തോടൊക്കെ കുറച്ച് കട്ടിയില്ലേ, ഞണ്ടിന് അത്രയും കട്ടിയൊന്നുമില്ല, എന്നാലും കുറച്ച് കട്ടിയാണ് അല്ലെ. അപ്പൊ അവയ്ക്ക് എന്താണുള്ളത്? അവരുടെ പുറന്തോട് ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. എന്താണ്? കൈറ്റിൻ. അപ്പം കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് പുറന്തോട് ഞണ്ട്, കക്കയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പുൽച്ചാടി, പാറ്റയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുറന്തോട് കൈറ്റിൻ കൊണ്ടാണ്. ഇത് രണ്ടും കട്ടി കൊടുക്കുന്ന വസ്തുക്കളാണ്. ഓക്കെ, അപ്പം ഇവരുടെ തോടിന് കട്ടി കൊടുക്കുന്നതാണ് ഈ കൈറ്റിൻ ആയിക്കോട്ടെ, കാൽഷ്യം കാർബണേറ്റ് ആയിക്കോട്ടെ. ഇതൊക്കെ ഇവർക്ക് ഒരു ബാഹ്യ ആവരണം. എന്താണ്? ഇവരുടെ ബാഹ്യ അസ്ഥികൂടമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നു. എന്താണ്? ഇങ്ങനെ ബാഹ്യാസ്ഥികൂടമുള്ള ആൾക്കാർക്ക് ചലിക്കാൻ എളുപ്പമാണ് അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ മസിലെല്ലാം ഉള്ളിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പേശികളെല്ലാം ഉള്ളിലായിരിക്കുന്നത്. അപ്പൊ ഈ പേശികൾക്കെല്ലാം ഒരു സംരക്ഷണം പോലെ അല്ലെ. ഈ ഞണ്ടിന്റെ പുറത്ത് അല്ലെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല, കാരണം പുറത്ത് നല്ല കട്ടിയുള്ള തോട, ഇതിനുള്ളിലാണ് ഇതിന്റെ ശരീരം ഇരിക്കുന്നത്. അപ്പം ഇതിന് ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട്, ഇതിനെ കറക്റ്റ് സ്ഥലത്ത് പേശികളെ നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചലനത്തിനും സഹായിക്കുന്നത് ഞണ്ടിലാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഹ്യാസ്ഥികൂടം, പാറ്റയിലോ പുൽച്ചാടിയിലോ ആണെങ്കിൽ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഹ്യ അസ്ഥികൂടം. അപ്പൊ നമ്മൾ ഹൈഡ്രോസ്കെലിട്ടൺ പഠിച്ചു, ബാഹ്യ അസ്ഥികൂടം പഠിച്ചു. ഇനിയുമുണ്ട്, അതാണ് ആന്തര അസ്ഥികൂടം, അല്ലെങ്കിൽ ഇംഗ്ലീഷില് എൻഡോസ്കെലിട്ടൺ എന്ന് പറയും. എൻഡോസ്കെലിട്ടൺ അല്ലെങ്കിൽ ആന്തര അസ്ഥികൂടം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ആർക്ക് ആന്തര അസ്ഥികൂടം ഉള്ളത്? നോക്കാം. മനുഷ്യനുൾപ്പെടെ നട്ടെല്ലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ് ഉള്ളത് അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനുഷ്യന്മാരായിക്കോട്ടെ അങ്ങനെ ഉള്ളില് അസ്ഥിയുള്ള, അല്ലെങ്കിൽ അസ്ഥി അല്ലെങ്കിൽ തരുണാസ്ഥി, നമുക്ക് അസ്ഥിയുമുണ്ട് തരുണാസ്ഥിയുമുണ്ട്. ഇങ്ങനെ ആൾക്കാർക്കെല്ലാം എന്താണ്? ഉള്ളിലാണ് അല്ലെ അസ്ഥികൂടം വരുന്നത്. പുറത്ത് മസിലും ഉള്ളിൽ അസ്ഥികൂടം. അപ്പം ആ ഒരു സെറ്റപ്പിനെയാണ് ആന്തര അസ്ഥികൂടം അല്ലെ. അസ്ഥികൂടം ഉള്ളിലിരിക്കുന്നതിനെയാണ് ആന്തര അസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവങ്ങളെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ആന്തരാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. അപ്പം ആന്തരാസ്ഥികൂടം എന്തിനൊക്കെയാ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു, മനുഷ്യന്മാർക്ക് അസ്ഥികൂടം, ഉള്ളിലൊരു അസ്ഥികൂടം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ്, ഷേപ്പൊന്നും ഇല്ലാത്ത കുറെ മാംസങ്ങൾ അടുക്കി വെച്ച പോലെ ഉണ്ടാവും അല്ലെ. നമ്മുടെ ഈ എല്ലൊക്കെയാണ് നമ്മുടെ മുഖത്തിനൊക്കെ ഷേപ്പ് കൊടുക്കുന്നത് അല്ലെ. ഇവിടെയൊക്കെ താടിയിലൊക്കെ ഉണ്ട്. ഈ എല്ലുകൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ മസിൽ മാത്രം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട്, നമ്മളുടെ അവയവങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അതെങ്ങനെയാ അവയവങ്ങളെ സംരക്ഷിക്കുന്നേ? നിങ്ങൾ നോക്കിക്കേ, തലയോട്ടി, ഇവിടെ തലയോട്ടി, ഇവിടെ എല്ലുകളുണ്ട് അല്ലെ. തലയോട്ടിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? തലച്ചോറ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമുണ്ട്. ഈ തലച്ചോറ്, നമ്മളെന്തിനാ ഹെൽമെറ്റ് ഒക്കെ ഇടുന്നത്? നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് അല്ലെ, അത് വാഹനങ്ങളൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ്. വാഹനം വന്നപ്പോഴാണ് നമ്മൾ ഹെൽമെറ്റിനെ പറ്റി ആലോചിച്ചത്.
അല്ലാതെ തന്നെ വാഹനമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കുള്ള ഒരു നാച്ചുറൽ ഹെൽമെറ്റ് ആണ് നമ്മുടെ തലയോട്ടി അല്ലെ. ഈ തലയോട്ടിനുള്ളിൽ തലച്ചോറുണ്ട്. ഈ തലച്ചോറിന് വേണ്ട സംരക്ഷണം നൽകുന്നത് നമ്മുടെ ഈ ആന്തര അസ്ഥികൂടമാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചില് ഹൃദയം ഇരിക്കുന്നില്ലേ, ശ്വാസകോശമില്ലേ. ഹൃദയത്തിനൊക്കെ പറയുന്നത് എന്താണ്? അത്രയും പ്രധാനപ്പെട്ട ശ്വാസകോശം ഇല്ലേ. ബ്രീത്ത് ചെയ്യാതെ, നമുക്ക് ശ്വാസം എടുക്കാതെ കുറച്ച് കൂടുതൽ സെക്കൻഡ്സിൽ കൂടുതലൊന്നും നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ 2 അവയവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എന്താണ്? ആന്തരാസ്ഥികൂടമായിട്ടുള്ള റിബുകൾ അല്ലെ, വാരിയെല്ലുകളുണ്ട്, ഇവിടെ മാറലുണ്ട്, ബാക്കിൽ നട്ടെല്ലുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഉള്ളിലാണ് ഈ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള ഇതാണ് ഹൃദയമായിക്കോട്ടെ, ശ്വാസകോശമായിക്കോട്ടെ, ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ശരീരത്തിന് ആകൃതി നൽകുന്നുണ്ട്, അവയവങ്ങളുടെ സംരക്ഷിക്കുകയും നമ്മുടെ ചലനത്തിന് സഹായിക്കുന്നുണ്ട് അല്ലെ. വെറും മസിൽ മാത്രമാണ് ചലിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് അതേ പറഞ്ഞിട്ടുണ്ട്. മസിലിന്റെ കൂടെ അസ്ഥിയും കൂടെ വന്നാലേ നമുക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സഞ്ചാരത്തിന് അല്ലെ, കാലിന്റെ മുകളിൽ എല്ലില്ലാതെ വെറും മസിലാണെങ്കിൽ നമുക്ക് ഇത്ര ബലത്തോടെ നടക്കാനൊക്കെ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ സഞ്ചാരത്തിന് അസ്ഥികൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സെറ്റപ്പ് അല്ലെ, ഉള്ളില് അസ്ഥിയുള്ള ഈ ഒരു സെറ്റപ്പ് ഇത്രയും സഹായങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയാണ്? ആകൃതി നൽകുന്നുണ്ട്, നമ്മുടെ അവയവങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, ചലനത്തിന് സഹായിക്കുന്നുണ്ട്, സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ആന്തര അസ്ഥികൂടം എന്ന് പറയുന്നത്. ഓക്കെ, ആന്തര അസ്ഥികൂടം എന്താന്ന് ക്ലിയർ ആയോ? മനുഷ്യന്മാർക്കുണ്ട്, വേറെ നട്ടലുള്ള ജീവികൾ വേറെ കുറെ ആൾക്കാരില്ലേ. നമ്മൾ നട്ടലുള്ള ആൾക്കാരാണ് മനുഷ്യന്മാര്. അതുപോലെ തന്നെ നട്ടലുള്ള ബാക്കി ജീവജാലങ്ങൾക്കെല്ലാം എന്തുണ്ട്? ആന്തര അസ്ഥികൂടം അല്ലെ, ഉള്ളില് അസ്ഥികൂടം ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ നോക്കുകയാണ്, ശരീര ചട്ടക്കൂടുകള് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹൈഡ്രോസ്കെലിട്ടൺ ഉണ്ട്, ബാഹ്യാസ്ഥികൂടമുണ്ട്, ആന്തരാസ്ഥികൂടമുണ്ട്. കറക്റ്റ് അല്ലേ? ഹൈഡ്രോസ്കെലിട്ടൺ ഉണ്ട്, ബാഹ്യാസ്ഥികൂടമുണ്ട്, ആന്തരാസ്ഥികൂടമുണ്ട്. അതിന്റെ സവിശേഷതകൾ വേണം നമ്മൾ ഫസ്റ്റ് എഴുതാൻ. ഹൈഡ്രോസ്കെലിട്ടൺ എന്താണ്? ദ്രവം നിറഞ്ഞ അറ, ശരീരത്തിൽ ദ്രവം നിറഞ്ഞ അറയുണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്തായിരുന്നു മക്കളെ? ഹൈഡ്രോസ്കെലിട്ടൺ. അതെ, മണ്ണിര ഉണ്ടായിരുന്നു, ഒച്ചുണ്ടായിരുന്നു അല്ലെ. ദ്രവം നിറഞ്ഞ അറയുണ്ടില്ല, ഒച്ചുണ്ടായിരുന്നു. വേറെ ഒരാളുണ്ടായിരുന്നു, ആരായിരുന്നു? ഹൈഡ്ര. അപ്പൊ മണ്ണിര ഉണ്ടായിരുന്നു, ഒച്ചുണ്ടായിരുന്നു, ഹൈഡ്ര ഉണ്ടായിരുന്നു. ഹൈഡ്രോസ്കെലിട്ടൺ ദ്രവം നിറഞ്ഞ അറയുള്ള അസ്ഥികൂടമുള്ള ആൾക്കാർ, ചട്ടക്കൂടുള്ള ആൾക്കാർ. ഇനി ബാഹ്യ അസ്ഥികൂടം. ബാഹ്യ അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കട്ടിയുള്ള പുറന്തോട്, അതാണ് അതിന്റെ സവിശേഷത അല്ലെ. കട്ടിയുള്ള പുറന്തോട്. ആർക്കൊക്കെ ആയിരുന്നു ബാഹ്യാസ്ഥികൂടം ഉണ്ടായിരുന്നത്? ഞണ്ടുണ്ട്, കക്കയുണ്ട്, പാറ്റയുണ്ട് അല്ലെ. പാറ്റ, പുൽച്ചാടി, ഇതെല്ലാം നമ്മുടെ ബാഹ്യാസ്ഥികൂടത്തിൽ വരുന്നതാണ് അല്ലെ, ബാഹ്യാസ്ഥികൂടത്തിൽ വരുന്നതാണ്. അപ്പം ഈ ഞണ്ടിനൊക്കെ എന്താണ്? കാൽഷ്യം കാർബണേറ്റിന്റെ പുറന്തോടാ ഉള്ളത്. പാറ്റയ്ക്കും പുൽച്ചാടിക്കും എന്താ ഉള്ളത്? കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു പദാർത്ഥം വെച്ചിട്ടാണ് അതിന്റെ ബാഹ്യ അസ്ഥികൂടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് ആന്തരാസ്ഥികൂടം. എന്താ ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നത്? ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പോലെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെ, അസ്ഥികൂടം ഉണ്ടാവും. അതിനെയാണ് ആന്തരാസ്ഥികൂടം അല്ലെ. മനുഷ്യന്മാർക്കൊക്കെ ഉള്ളിലെ അസ്ഥികൂടം ഉള്ളത്. എക്സാമ്പിൾ ആരാണ്? സിമ്പിൾ ആണ് അല്ലെ. എക്സാമ്പിൾ ആന്തരാസ്ഥികൂടത്തിന്റെ എക്സാമ്പിൾ സിമ്പിൾ ആണ്, മനുഷ്യന്മാർ. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള ശരീര ചട്ടക്കൂടുകൾ വരുന്നത്. ഹൈഡ്രോസ്കെലിട്ടൺ, ബാഹ്യാസ്ഥികൂടം, ആന്തരാസ്ഥികൂടം. അതിനകത്ത് ഹൈഡ്രോസ്കെലിട്ടന്റെ ഉദാഹരണങ്ങള് മണ്ണിരയുണ്ട്, ഒച്ചുണ്ട്, ഹൈഡ്ര. ബാഹ്യാസ്ഥികൂടത്തിന് ഞണ്ട്, കക്ക, പാറ്റ, പുൽച്ചാടി. ആന്തരാസ്ഥികൂടത്തിന് മനുഷ്യൻ. ഓക്കെ. ആന്തരാസ്ഥികൂടം ഉള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആന്തരാസ്ഥികൂടമുള്ള, അതായത് ശരീരത്തിന്റെ ഉള്ളില്
അസ്ഥികൂടമുള്ള ആൾക്കാർക്ക് ബാഹ്യ അസ്ഥികൂടത്തിന് ഇവൻ നമ്മൾ മനുഷ്യന്മാർ നോക്കി നോക്കും, നമുക്ക് നഖത്തിന് കട്ടിയുണ്ട് അല്ലെ, ഇതൊക്കെ ഒരു അസ്ഥിയായിട്ട് വേണമെങ്കിൽ കറക്റ്റ് ബോൺ അല്ലെങ്കിലും കട്ടിയുള്ള അല്ലെ, നമ്മൾ പാറ്റയുടെ പുറന്തോട് അതിനൊരു കട്ടിയുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ നഖങ്ങളുണ്ട്, പല്ലുകളൊക്കെ കട്ടിയുള്ള പുറത്തുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഒരുപാട് ഈ ഞണ്ടിന്റെ ഒക്കെ ഉള്ളിൽ ടോട്ടിൽസ്, ആമകളുടെ ഒക്കെ ആ ഉള്ളിലും ഉണ്ട് പുറത്തും അസ്ഥികൂടമുള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആമയ്ക്കൊക്കെ നടക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ളിലല്ലേ ഉള്ളത്, അവിടെയൊക്കെ എല്ലുകളുണ്ട്. അപ്പം ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടം ഉള്ള ആൾക്കാർക്ക് ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓരോ ജീവികളും ഓരോ തരത്തിലല്ലേ, അപ്പം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ നമ്മള് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ മനുഷ്യ അസ്ഥികൂടത്തെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യ അസ്ഥികൂടത്തില് അക്ഷാസ്ഥികൂടവും ഉണ്ടായിരുന്നു, അനുബന്ധ അസ്ഥികൂടവും ഉണ്ടായിരുന്നു അല്ലെ. അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത് ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥികളാണ്. അനുബന്ധാസ്ഥികൂടം എന്ന് പറയുന്നത് കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതായിരുന്നു. അക്ഷാസ്ഥികൂടത്തില് എത്രയാണ്? 80 എല്ലുകൾ. തലയോട്ടിൽ 29, ഒരു മാറല്, 24 വാരിയല്, 26 നട്ടെല്ല്. അനുബന്ധാസ്ഥികൂടത്തില് തോൾവലയം, ശ്രോണീ വലയം, കൈകളും കാലുകളും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മള് അസ്ഥിയുടെ ഘടന പഠിച്ചു, പെരിഓസ്റ്റിയം പഠിച്ചു അല്ലെ. അസ്ഥിയുടെ ഘടനയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസ്ഥിയുടെ ഘടനയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിഓസ്റ്റിയം, അതുപോലെ തന്നെ രക്തക്കുഴലുകള്. അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെയാണ്. പിന്നെ നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ധർമ്മം പഠിച്ചു. അസ്ഥിയും തരുണാസ്ഥിയും തമ്മിലുള്ള ബന്ധം എന്താണ്? തരുണാസ്ഥി എന്ന് പറഞ്ഞു അല്ലെ, അസ്ഥിനേക്കാളും മൃദുവുമായിരിക്കും, കുറച്ച് വഴക്കവും ഉള്ളതിനെയാണ് നമ്മൾ തരുണാസ്ഥി എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് തരുണാസ്ഥികൾ ഉള്ളത് അല്ലെ? മൂക്കിന്റെ അറ്റ ഭാഗത്ത്, ചെവിക്കുടയില്, നട്ടലിന്റെ കശേരുക്കളുടെ ഇടയില്, കാൽമുട്ടില്, കൈമുട്ടിലൊക്കെ തരുണാസ്ഥി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തമ്മിലുള്ള വ്യത്യാസം, തരുണാസ്ഥിയിൽ രക്തക്കുഴൽ കുറവാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വളർച്ച വളരെ സ്ലോ ആയിരിക്കും അല്ലെ, പോഷകഘടകങ്ങളൊക്കെ കിട്ടാൻ താമസിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു മനുഷ്യനെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും അസ്ഥി നിർമ്മിതമായിട്ടുള്ള ചട്ടക്കൂട്, എല്ലാവർക്കും ഇങ്ങനെ ഒരു അസ്ഥി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? അപ്പൊ നമ്മൾ ഞണ്ടിനെ നോക്കി, ഞണ്ടിന് കട്ടിയുള്ള ഒരു പുറന്തോടാണുള്ളത് അല്ലെ. പുൽച്ചാടിനെ നോക്കി, അതിനും കട്ടിയുള്ള പുറത്ത് കുറച്ച് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഒരു സബ്സ്റ്റൻസ് ആണുള്ളത്. മണ്ണിരയുടെ ഉള്ളിലാണ് എന്താണ് പാർട്ടായിട്ടുള്ള അല്ലെ, ദ്രവങ്ങൾ നിറച്ചിട്ടുള്ള ഇതെന്തുള്ളത്, അറകൾ ഉള്ളത്. അത് തന്നെയാണ് നമ്മൾ ഹൈഡ്രോസ്കെലട്ടൺ എന്ന് പറയുന്നത്. ബാഹ്യാസ്ഥികൂടമുള്ളത് ഞണ്ട്, കക്ക, ചിപ്പി, അതുപോലെ തന്നെ പാറ്റ, പുൽച്ചാടിക്ക് കൈറ്റിൻ കൊണ്ടുള്ള ബാഹ്യാസ്ഥികൂടം ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. ആന്തരാസ്ഥികൂടമുള്ളത് നട്ടലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ട് അല്ലെ, നട്ടലുള്ള ജീവികളിലാണ് ആന്തരാസ്ഥികൂടമുള്ളത്. തരുണാസ്ഥി വേണം, അസ്ഥി, തരുണാസ്ഥി ആൻഡ് അസ്ഥി. തരുണാസ്ഥി അസ്ഥി കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ്. ആന്തര അസ്ഥികൂടം എന്ന് പറയുന്നത്, ഉദാഹരണം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ആന്തര അസ്ഥികൂടമുള്ള ജീവികൾക്ക് ബാഹ്യാസ്ഥികൂടവും ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ജീവികൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും നമ്മൾ പറഞ്ഞു. ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.